ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ചില ഉണർവുകളെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതായത് പഴയകാല ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ തൊള്ളായിരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചില ഉണർവുകൾ ഉണ്ടായതായിട്ട് കാണുന്നു ചില ആളുകളുടെ ഇടയിൽ. പക്ഷെ അവർ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു ലേഡി 1901 40 വിദ്യാർത്ഥിനികളും 75 വിശ്വാസികളുമായി 115 പേര് വാച്ച് നൈറ്റ് സർവീസിനായി കോളേജിലെ മാളിക മുറിയിൽ കയറിയതായി പറയുന്നു. യോഗത്തിന്റെ പ്രാരംഭം മുതൽ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം ആ ഹാളിൽ ഉണ്ടായിരുന്നു. ആ രാത്രിയിലും അടുത്ത പകൽ സമയവും പ്രാർത്ഥന തുറന്നു. മറ്റ് ബൈബിൾ സ്കൂളുകളിലും വിദ്യാർത്ഥിനിയായിരുന്ന ശേഷം ബഥേൽ ബൈബിൾ കോളേജുകളിലും അഭ്യസനം നടത്തിയിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അതായത് ആഗ്നസ് എൻ ഓസ്മാൻ എന്നായിരുന്നു ആ സഹോദരിയുടെ പേരെന്ന് പറയുന്നത്. അതായത് 1901 ജനുവരി 1 വൈകിട്ട് 7 മണിയോടുകൂടി ആഗ്നസ് സഹോദരി പർഹാമിന്റെ സമീപം ചെന്ന് പുതിയ നിയമ സഭയിൽ ചെയ്തിട്ടുള്ളതുപോലെ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്നതിനാൽ അദ്ദേഹം തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഇവിടെ ഒരു സഹോദരിയുടെ ആഗ്രഹമാണ് എന്താണ്? പരിശുദ്ധാത്മാവ് പ്രാപിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി ആ സഹോദരി പർഹാമിന്റെ സമീപത്ത് ചെന്ന പുതിയ നിയമ സഭയിൽ ചെയ്തിട്ടുള്ളതുപോലെ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്നതിനായി എന്ത് ചെയ്തു? തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിൽ വൈമനസ്യം പ്രകടിപ്പിച്ചു. അപ്പോ വൈമനസ്യം പ്രകടിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചെങ്കിലും സഹോദരിയുടെ നിർബന്ധപ്രകാരം എന്ത് ചെയ്തു? അവളുടെ തലമേൽ കൈവച്ചു പ്രാർത്ഥിച്ച ഉടൻ തന്നെ അവൾ ദിവ്യപ്രകാശത്താൽ ആവരണം ചെയ്യപ്പെടുകയും പരിശുദ്ധാത്മാവ് പൂർണ്ണമായി അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. അപ്പോൾ ഈ നൂറ്റാണ്ടിലെ പ്രഥമ പിന്മഴ പകർച്ചയുടെ ആദ്യ അനുഭവ അവസ്ഥയാണ് ആഗ്നസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിയിൽ ഉണ്ടായത്. അപ്പോൾ എൻ ഓസ്മാൻ എന്ത് ചെയ്തു? ഈ സഹോദരി ഈ അനുഭവം ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്തു? ചില ദിവസങ്ങളിലേക്ക് അവളുടെ സ്വന്തം ഭാഷയായ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള കഴിവ് പോലും അവർക്ക് നഷ്ടപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവൾക്കുണ്ടായ അനുഭവത്തെ പറ്റി അവൾ ചോദ്യങ്ങൾക്ക് മറുപടി ഇംഗ്ലീഷിൽ സംസാരിപ്പാൻ കഴിവില്ലാത്തതിനാൽ അവരെന്ത് ചെയ്തു? അവൾ എഴുതി കാണിപ്പാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷിന് പകരം എന്ത് ചെയ്തു? ചൈന ഭാഷയിലാണ് എഴുതിയത്. ശ്രദ്ധിക്കണം, ചൈന ഭാഷയിൽ എഴുതിയത്. ആഗ്നസ് എഴുതിയ ചീന രേഖകൾ എന്ത് ചെയ്തു? ഫോട്ടോ പ്രിന്റായി അന്നത്തെ വർത്തമാന പത്രങ്ങളിൽ പരസ്യപ്പെടുത്തി ഇതിന്റെ കോപ്പികൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ ബെന്തിക്കോസുകാരുടെ അന്യഭാഷകളെ കുറിച്ചൊക്കെ കണ്ടു. കള്ളൻ പറയുന്ന അന്യഭാഷ നമ്മൾ കണ്ടു. അങ്ങനെ ഈ അന്യഭാഷകൾ റിയൽ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ചൈന രീതിയിലുള്ള ഭാഷയിൽ, അവർ പഠിച്ചിട്ടില്ലാത്ത ഭാഷ അവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു മലയാളി സംസാരിക്കുമ്പോൾ അയാൾ ഒരു കൊറിയൻ ലാംഗ്വേജ് സംസാരിച്ചാൽ അതൊരു അന്യഭാഷയായി മാറും. അല്ലാതെ ഈ പറയുന്ന ഭാഷകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇവിടെ ഈ സഹോദരിക്കുണ്ടായത് വേറൊരു ഭാഷ അവർക്കുണ്ടായി. അവർ ഇംഗ്ലീഷ് സ്ത്രീ ആയിരുന്നു, പക്ഷെ അവർക്ക് ചൈനീയ ഭാഷ അവർക്ക് ലഭിച്ചു. അതാണ് സത്യത്തിൽ അന്യഭാഷ സംസാരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷ സംസാരിക്കുന്നു. അങ്ങനെയും ഉണ്ടാകാം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലെ? ദൈവം സംസാരിക്കുമ്പോ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. എന്താണ്? ദൈവം സംസാരിക്കുമ്പോൾ നമ്മളോട് മറ്റൊരു ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. കാരണം ഹിന്ദി അറിയത്തില്ലാത്ത ഒരാൾക്ക് ഹിന്ദിയിൽ സംസാരിക്കുന്ന രീതിയിലായിരിക്കും ദൈവം സംസാരിക്കുന്നത്. അങ്ങനെയും സംസാരിക്കാവുന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ കാണുന്ന പോലെ കജട തപ എന്ന് പറയുന്ന ഭാഷ, അങ്ങനെ ഒരു ഭാഷ സ്വർഗീയ ഭാഷയാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ദൈവത്തിന്റെ വ്യക്തമായ ദൂതുകൾ മറ്റൊരു ഭാഷയിൽ, മനുഷ്യർക്ക് മനസ്സിലാകാത്ത മറ്റൊരു ഭാഷയിൽ സംസാരിച്ചാലും
അത് അന്യഭാഷ എന്ന് നമുക്ക് പറയാൻ കഴിയും, അവരിതുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷ. ഓക്കെ, അപ്പോൾ അങ്ങനെ സംസാരിച്ചതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് അവിടുത്തെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്ന കാര്യമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ആഗ്നസ് ഓസ്മാന്റെ അങ്ങനെ ഉണ്ടായ അന്യഭാഷയെ കുറിച്ചാണ്. അപ്പൊ അമേരിക്കയിലെ കാൻസാസ് നഗരത്തിലെ ടൊപ്പേക്ക എന്ന സ്ഥലത്ത് മെത്തഡിസ്റ്റ് പാസ്റ്ററായ ചാൾസ് എഫ് ഫർഹാമിന്റെ ബദേൽ ബൈബിൾ കോളേജിൽ വിദ്യാർത്ഥിയായ ആഗ്നസ് എൻ ഓസ്മാൻ 1901 ജനുവരി 1-ാം തീയതി വൈകുന്നേരം ഉണ്ടായ അന്യഭാഷ അനുഭവം എന്ത് ചെയ്തു? ബെന്തിക്കോസ് പ്രസ്ഥാനത്തിന് അടിസ്ഥാനമായത്. അപ്പം ബെന്തിക്കോസ് എന്ന് പറയുന്ന സഭയല്ല, ഒരു പ്രസ്ഥാനമാണ് അല്ലേ? അത് പിന്നീട് ഇവർ വിശ്വസിച്ച് വരുന്നത് സഭയാണ്. അതൊരു പ്രസ്ഥാനം മാത്രമാണ്, ഒരിക്കലും ഒരു സഭയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ദിവസം തന്നെ ആഗ്നസ് ചൈനീസ് ഭാഷ സംസാരിക്കുകയും എഴുതുകയും ചെയ്തു. അപ്പൊ എന്താണ്, രണ്ടാം ദിവസം ബൊഹീമിയൻ ഭാഷയിലാണ് സംസാരിച്ചത്, വേറൊരു ഭാഷയിൽ ബൊഹീമിയൻ ഭാഷയിൽ സംസാരിച്ചതായിട്ട് അവിടെ പറയുന്നു. അന്യഭാഷ, പ്രവചനം, വെളിപ്പാട്, രോഗശാന്തി തുടങ്ങിയ കൃപാവരങ്ങളിൽ അധിഷ്ഠിതമായി എന്ത് ചെയ്തു? ബെന്തിക്കോസ്റ്റലിസം അല്ലെങ്കിൽ അന്യഭാഷ അനുഭവം എന്ന് പറയുമ്പോൾ അന്ന് ഉണ്ടായ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായ ഒരു അനുഭവം അവർക്ക് ഉണ്ടായതായി അവിടെ പറയുന്നു. അപ്പൊ 1860 ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ JC അതുളിപ്പിന്റെ ക്രിസ്ത്യൻ പേട്ട അല്ലെങ്കിൽ ബദറൻ സഭയിൽ ഉണ്ടായി എങ്കിലും പെന്തിക്കോസ് പ്രസ്ഥാനത്തിന്റെ തുടക്കമായിട്ട് ആഗ്നസ് ഓസ്മാൻ സംഭവത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും അന്യഭാഷ എന്താണെന്നുള്ള കാര്യം. അറിയാത്ത ഒരു ഭാഷ അല്ലെ? ഇപ്പോൾ ഇന്ത്യക്കാരനെ ഒരാൾ എന്താണ് സംഭവിക്കുന്നത്? മലയാളം സംസാരിക്കുന്ന ഒരാൾ കൊറിയ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചൈന സംസാരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അത് അന്യഭാഷയായി മാറുന്നത്. അല്ലാതെ ഇവിടെ കാണുന്ന തെറ്റട കട കട തപ അല്ല. അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ദിവസം അടുത്ത ആളുടെ ഉണർവിന് കാരണമായ സംഭവത്തെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.